സ്കൂളിൽ പഠിച്ചുള്ള ഫീഡിങ് അല്ല അവിടെ. ആദ്യത്തെ 3-5 മാസം ഭയങ്കര ഉഴപ്പായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവനെ പിടിച്ച് ഏറി കയറ്റി റൂൾസ് അത് ചെയ്ത് എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല, പങ്കെടുപ്പിക്കും. ഹായ്, എൻ്റെ പേര് സംഗീർ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് അമൃത വിദ്യാലയം പുൽപ്പള്ളിയിലായിരുന്നു 8ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് 9, 10 ഞാൻ നവോദയയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1, +2 ഞാൻ സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പൂതാടി. എൻ്റെ ഹോബീസ് എന്ന് പറയുമ്പോൾ എനിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഞാൻ പടം വരയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് സിനിമ എനിക്കിഷ്ടമാണ്. പല പല ഭാഷകളിലുള്ള ആനിമേഷൻ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആനിമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കൊറോണ വെക്കേഷൻ സമയത്ത് ആനിമേഷനോട് എനിക്ക് ഭയങ്കര ക്രേസ് വന്ന് തുടങ്ങി. പിന്നെ വെക്കേഷൻ വെറുതെ ഇരിക്കാറുള്ളതുകൊണ്ട് ആനിമേഷൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആനിമേഷൻ ചെയ്യാറുണ്ട്, അതും ഒരു ഹോബിയാണ്. +2 കഴിയുന്നോടം വരെ എനിക്ക് ഏത് കോഴ്സ് എടുക്കുന്ന ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ആ ഫീൽഡൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ ക്രേസ് ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ആനിമേഷൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആനിമേഷൻ പഠിക്കാൻ പറ്റിയ നല്ല കോളേജോടെ തപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് NID അഹമ്മദാബാദിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ തിങ്കി തന്നെയാണ് പഠിച്ചത്. ചേട്ടൻ നിഫ്റ്റിലാണുള്ളത്. അതുകൊണ്ട് ഈ ഡിസൈൻ ഫീൽഡിനെ കുറിച്ച് നേരത്തെ എൻ്റെ ഫാമിലിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ തിങ്കിലേക്ക് വരുന്നത് NIDക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അന്ന് എനിക്ക് UCET-നെ കുറിച്ച് വലിയ ഐഡിയാസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ UCET-നെ കുറിച്ച് കൂടുതൽ അറിയുന്നത്, പഠിക്കുന്നത്. IIT ഡിസൈൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് NIDക്കാണ്. കാരണം NID സ്പെഷ്യലൈസേഷൻ എനിക്ക് ആനിമേഷൻ എടുക്കാൻ വേണ്ടി. പക്ഷേ പിന്നെ UCET-നെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു വന്നപ്പോൾ ഇവിടെ കൂടുതൽ പ്ലേസ്മെൻറ്റ്സും ഉണ്ട്, കോളേജും വരുന്നതാണ്. ഞാൻ ബോംബെ തന്നെയാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എക്സാംസിന് വന്നപ്പോഴും എനിക്ക് UCET എക്സാംസ് NID-ൻ്റെ ഒക്കെ കുറച്ചും കൂടി ഈസി ആയി തോന്നി തുടങ്ങി. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. തിങ്കിലെ ക്ലാസ് തന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചുള്ള ഫീഡിങ് അല്ല അവിടെ. പോയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ നോക്കാം. ഞങ്ങൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസ് തന്നാൽ പോലും അവിടെ എല്ലാവരുടെയും വേറെ വേറെ അവർക്ക് ഇഷ്ടമുള്ളതാണ്. ഒരു ടീച്ചർമാരൊന്നും കറക്റ്റായിട്ട് അത് വരയ്ക്കുന്നു പറയില്ല. നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി വളർത്താനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ കറക്റ്റ് റിവ്യൂ തരും നമ്മുടെ മിസ്റ്റേക്സ് എന്താണ്. അപ്പോൾ നമ്മളൊരു ഫീഡിങ് തരുന്നതിന് പകരം കറക്റ്റായിട്ട് നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഈ ഡിസൈൻ ഫീൽഡിലും അത് തന്നെയാണ് എക്സാമിന് അവർ നോക്കുന്നത്, സ്വന്തം ക്രിയേറ്റിവിറ്റി. ക്ലാസ്സൊക്കെ ഭയങ്കര നല്ല ക്ലാസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ പോയില്ലായിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു. കാരണം ഭയങ്കരധികം ഇങ്ങനെ ക്ലാസ്സിനോടെ കൂടെ തന്നെ കൂടെയുള്ളവർ ഓരോ പടം വരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഐഡിയാസ് കിട്ടും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് NIDക്കാണ് കൂടുതൽ ഡ്രോയിങ്സ്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാലും പഠിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഞാനും ഭയങ്കര മടിയായിരുന്നു. ടീച്ചർമാരോട് എപ്പോഴും പറയും ലൈവ് സ്കെച്ച് വെച്ച് ചെയ്യാൻ. പക്ഷേ ലൈവ് സ്കെച്ച് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് ലാസ്റ്റ് ആയപ്പോഴാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് UCET-നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ലൈവ് സ്കെച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കൊരു സീൻ ഡ്രോയിങ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ സീൻ ഡ്രോയിങ്ങിനകത്ത് പെർസ്പെക്റ്റീവ്, അതേപോലെ റിലേറ്റീവ് പോർഷൻ, ഹൈറ്റുകൾ, കാര്യങ്ങളൊക്കെ നോക്കി വരയ്ക്കുന്നത് ഭയങ്കര. അത് ലൈവ് സ്കെച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് യൂസ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് നിമിഷമായപ്പോൾ കുറച്ച് ലൈവ് സ്കെച്ച് ചെയ്യാൻ തുടങ്ങി. അത് തന്നെ ഭയങ്കര അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ NIDക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വല്ലപ്പോഴും ഒക്കെ ഓരോ പടം വരയ്ക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴൊക്കെ ഞാൻ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി. UCET എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. NID കഴിഞ്ഞ് ഇച്ചിരി കുളമായത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ UCET നന്നായി പഠിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി. കഴിഞ്ഞ 3-4 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കും എനിക്കത്ര ഈസി ആയത്. എനിക്ക് പസിൽസ് പിന്നെ ഭയങ്കര സ്പീഡിൽ സോൾവ് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. എനിക്ക് ടൈമിനുള്ളിൽ തന്നെ ഞാൻ എല്ലാം ചെയ്തു തീർക്കും പസിൽസ്. അങ്ങനെ ആ ഒരു പാർട്ട് എനിക്ക് ഭയങ്കര ഈസിയായി. പിന്നെ ഡ്രോയിങ് പാർട്ടാണെങ്കിലും വരയ്ക്കുമായിരുന്നു. ഞാൻ പണ്ട് മുതലേ വരയ്ക്കാൻ സ്കിൽസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത് പിന്നെ പ്രാക്ടീസും കൂടി ചെയ്തപ്പോൾ ഞാൻ ഓക്കെ ആയി. പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം. സീൻ ഡ്രോയിങ് എനിക്ക് നന്നായി വരയ്ക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി എനിക്ക് പാടുണ്ടായിരുന്നത് ഇത് പ്രൊഡക്റ്റ് ഡിസൈനാണ്. പക്ഷേ അത് ഞാൻ കുറേ ചെയ്ത് നോക്കിയപ്പോൾ അത് എനിക്ക് ഈസി ആയി തുടങ്ങി. IIT എനിക്ക് OBC റാങ്ക് 9 ഉണ്ടായിരുന്നു. എയറിലെ റാങ്ക് 24. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ബോംബെ കിട്ടി. സോ ഇപ്പോൾ ബോംബെ പോകുന്ന വിചാരിച്ചു ഇരിക്കുകയാണ്. ഇത്തവണത്തെ UCET ക്വസ്റ്റ്യൻസിൽ പാറ്റേണിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ ഡ്രോയിങ്ങിൻ്റെ എണ്ണം കൂട്ടി. 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻ 100 മാർക്കിനും ബാക്കി ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഒരു ഡ്രോയിങ് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ള ആൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്കത് ഭയങ്കര പേഴ്സണലി അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം എനിക്ക് ഡ്രോയിങ് നന്നായിട്ട് അറിയാം.
ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ക്വസ്റ്റ്യൻ കൂടി അവർ ആഡ് ചെയ്തു ഇതിനകത്തേക്ക്. ഞങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ ഒരു ചോറ്റും പാത്രം ഡിസൈൻ ചെയ്യാനായിരുന്നു. ആക്ച്വലി അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേപോലെ തിങ്കിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പീഡിൽ അത് വരയ്ക്കാനും പറ്റി. ഈ ആപ്റ്റിറ്റ്യൂഡ് പാർട്ടാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയും ഉണ്ടാകും. അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് ഈസി. ആക്ച്വലി ടൈം ബാക്കി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണെങ്കിലും സെയിം അവസ്ഥ, പെട്ടെന്ന് തന്നെ വരച്ചു തീർക്കാൻ പറ്റി. അത് പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് ഒരുപാട് വരച്ചിട്ടുള്ളത് കൊണ്ട്. യൂസിൻ്റെ റിസൾട്ട് വന്ന് ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആകുമ്പോൾ വരുന്നു. പക്ഷേ രാത്രി 12 മണിക്ക് തന്നെ വന്നത്. അന്ന് രാത്രി ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൂടെ പഠിച്ചൊരുത്തൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു റിസൾട്ട് എന്ന് പറഞ്ഞ്. ഞങ്ങളെല്ലാവരും കൂടി അവനെ പിടിച്ച് ഏറി കയറ്റി എന്നെ ആരോ കളിയാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറേ നേരം കളിയാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരിക്കും വന്നു. എന്നിട്ട് ചാടിക്കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിക്കും വന്നിട്ട് നല്ല റിസൾട്ടും ഉണ്ട്. അപ്പം തന്നെ ഭയങ്കര ഹാപ്പിയായി. പെട്ടെന്ന് വീട്ടുകാരെയൊക്കെ വിളിച്ചെണീപ്പിച്ചു, എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് ടീച്ചർമാർ സ്കൂളിൽ പഠിക്കുമ്പോൾ റൂൾസ് അത് ചെയ്ത് ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ടീച്ചർമാരൊക്കെ ഭയങ്കര ഫ്രീ ആണ്. ആക്ച്വലി നമ്മുടെ കൂടെ പഠിക്കുന്നവർ തന്നെ നമുക്ക് തോന്നും മിക്കവരുടെ ക്ലാസ് ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ട്. അതേപോലെ ക്രിയേറ്റീവായിട്ട് ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ അവിടുത്തെ സെലിബ്രേഷൻസ് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. ഓണം, ഹാലോവീൻ, അങ്ങനത്തെ എല്ലാ പരിപാടിയും. ഓണമൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാകും. എല്ലാവരെയും കൊണ്ട് പങ്കെടുപ്പിക്കും. കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓണം സെലിബ്രേഷൻസ്, ഡാൻസ്, പാട്ട്, ഹാലോവീൻ, കോസ്റ്റ്യൂം പാർട്ടീസ്, അങ്ങനെ പലതും ഉണ്ടാകും. ഓക്കെ, ആക്ച്വലി ഭയങ്കര ഫണ്ണാണ്. സോ എനിക്ക് തരാനുള്ള മെയിൻ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സ്കെച്ച് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഈ ലൈവ് സ്കെച്ച് ചെയ്യുമ്പോൾ അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഹ്യൂമണിനെ സ്കെച്ച് ചെയ്തെടുത്തില്ലേ പോലും നിങ്ങൾ ആ ഹൈറ്റ് കറക്റ്റ് ആക്കാൻ നോക്കുക. നിങ്ങൾ യൂസീഡിനെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ഒരു വാതിലിൽ എന്തോരം ഉണ്ട് ആളുടെ എന്തോരം ഉണ്ട് ഒരു മേശ, അതൊക്കെ ഭയങ്കര കറക്റ്റായി നോക്കി വരയ്ക്കാൻ നോക്കുക. അതേപോലെ പോസുകൾ, ആ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള പോസ് വരച്ചിട്ട് അതിനൊക്കെ കൂടുതൽ മാർക്ക് കിട്ടും. കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ വരയ്ക്കാനും എളുപ്പമായിരിക്കും.